സപ്തതാളങ്ങൾ. ധ്രുവം, മഠ്യം, രൂപകം, ഝംപ, ത്രിപുട, അട, ഏകം എന്നിങ്ങനെ താളങ്ങൾ 7 താളങ്ങളുടെ ഷഡംഗങ്ങളിൽ ലഘു, ദ്രുതം, അനുദ്രുതം എന്നിവ മാത്രമാണ് ഈ വ്യവസ്ഥയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന അടയാളങ്ങൾ അതേപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും മാത്രകൾ കണക്കാക്കുന്നത് വേറൊരു രീതിയിലാണ്. ഓരോ അംഗങ്ങൾക്കും ഏതു നട പ്രയോഗിക്കുന്നുവോ ആ നടയുടെ അക്ഷരങ്ങളുടെ എണ്ണത്തിന് തുല്യമായ മാത്രകളാണ് ഉണ്ടാകുക. ലഘു എന്ന അംഗം 5 വിധത്തിൽ പ്രയോഗിക്കുന്നു, അതും പഞ്ചനടകളുടെ അടിസ്ഥാനത്തിൽ തന്നെ. ലഘു, ദ്രുതം, അനുദ്രുതം എന്നിവ താളാംഗങ്ങളും അവയുടെ പ്രയോഗം താളക്രിയകളുമാണ്. ക്രിയകൾ ഇപ്രകാരമാണ്. ലഘു, ഒരു തട്ടും ചെറുവിരൽ മുതൽ താളത്തിൽ എണ്ണലും ക്രിയകളാണ്. ഒരു തട്ടും 2 വിരലുകൾ താളത്തിൽ എണ്ണുകയും ചെയ്താൽ ദൃശ്യലഘുവും തട്ടും 3 വിരലെണ്ണലും ചേർത്താൽ ചതുരശ്ര ലഘുവുമാണ്. അപ്രകാരം 5 നടകളും പ്രയോഗിക്കാം. ദ്രുതം, ഒരു തട്ടും വീച്ചുമാണ് ഇതിൻ്റെ ക്രിയകൾ. ലഘുവിൽ തട്ടാനും വിരലെണ്ണാനും ഉപയോഗിക്കുന്ന സമയദൈർഘ്യം തന്നെ ഇതിലെ തട്ടിനും വീച്ചിനും എടുക്കണം. അനുദ്രുതം, ഒരു തട്ട് മാത്രമാണ് ഇതിൻ്റെ ക്രിയ. ഈ തട്ടിനും മുമ്പ് പറഞ്ഞ ക്രിയകൾക്കും സമയദൈർഘ്യത്തിൽ വ്യത്യാസമില്ല. താളക്രിയകളെല്ലാം ഒരേ സമയദൈർഘ്യം പാലിക്കണമെന്നതാണ് വ്യവസ്ഥ. ഈ സമയദൈർഘ്യം പാട്ടിൻ്റെ വേഗതയ്ക്കനുസരിച്ച് മാറുന്നതുമാണ്.